ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കോട്ട് സെറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമുക്കൊരു ഫ്രോക്ക് ചെയ്യാനായിട്ട് ആണ് പോകുന്നത്. അത്യാവശ്യം വലിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ഫ്രോക്കാണ്, അംബർല ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വണ്ണമുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പം അവരോട് ഞാൻ പറഞ്ഞിരുന്നു 4 മീറ്റർ അടുത്ത തുണി വേണമെന്നുള്ളത്, 3.5 മീറ്ററെങ്കിലും വേണം എന്നും പറഞ്ഞു. അങ്ങനെ അവർ 3.5 മീറ്റർ നമുക്ക് വാങ്ങിക്കൊണ്ട് വന്നു. കുറച്ച് വണ്ണമുള്ളവർക്കൊക്കെ 4 മീറ്ററാണ് നമുക്ക് കുറച്ചും കൂടെ ഫ്ലെയറിൽ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ നെക്ക് സ്കാലപ്പ് തന്നെ വെക്കണമെന്ന് അവർ നിർബന്ധം പറഞ്ഞു. ഫ്രണ്ടിലും ബാക്കിലും വി നെക്കിൽ സ്കാലപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ക്യാൻവാസിലൊക്കെ വരച്ച് നമ്മുടെ യോക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമ്മൾ സ്കാലപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഫ്രോക്ക് ഈ സ്കാലപ്പ് വർക്കിനാണ് നമുക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ സ്കാലപ്പ് വർക്ക് അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം സമയമെടുത്താണ് നമ്മളത് ചെയ്തേക്കുന്നത്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. എല്ലാത്തിനും നമുക്ക് സമയം തികയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ സ്കാലപ്പ് നെക്കൊക്കെ ചെയ്തെടുത്തു. അതുപോലെ തന്നെ സ്ലീവും അറ്റാച്ച് ചെയ്ത് നമ്മുടെ സ്കേർട്ടിൻ്റെ പാർട്ടെല്ലാം നമ്മൾ അടിഭാഗത്ത് നമ്മൾ ലോക്ക് ചെയ്ത്, ലൈനിങ് ആട്ടോ നമ്മൾ ലോക്ക് ചെയ്തുള്ളൂ. നല്ല തുണിക്ക് നമുക്ക് കോട്ട് സെറ്റിൻ്റെ തുണിയായതുകൊണ്ട് നിങ്ങൾക്കറിയാം അത്യാവശ്യം കട്ടിയുണ്ട് അടിഭാഗത്ത് നല്ല തുണിക്ക് ഓൾറെഡി കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലോക്ക് ചെയ്യാൻ പോയില്ല. ഞാൻ അടിഭാഗം മടക്കി അടിക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ടോപ്പ് തയ്ക്കാനായിട്ട് 3.5 മീറ്റർ നമ്മൾ തുണിയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വണ്ണമുള്ളൊരു കുട്ടിക്കായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ തുണി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംബർല രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇറക്കവും വണ്ണവും എല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ഒരു രീതി കട്ട് ചെയ്തപ്പോൾ നമുക്ക് തുണി കുറച്ച് മിച്ചം വന്നു. അത് ഞാൻ ആ ഒരു രീതിയിൽ തന്നെ അംബർല രീതി കട്ട് ചെയ്തിട്ട് 2 സൈഡിലും പിടിപ്പിച്ച് കൊടുത്തിട്ട് നമ്മുടെ 2 സൈഡിലും 2 പ്ലേറ്റ്സ് വീതം കുഞ്ഞു പ്ലേറ്റ്സാട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കസ്റ്റമർ കാണിച്ചു കൊടുത്തപ്പോൾ കസ്റ്റമർക്ക് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് തുണി വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഞാൻ ചെയ്തത്, എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അടുത്ത തവണയാട്ടെ നമുക്ക് കുറച്ചധികം തുണി വാങ്ങിയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഞൊറിവൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എന്തായാലും അതിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും കുട്ടിക്ക് നല്ല ചേർച്ചയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തയ്ച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലോക്കിംഗ് പ്രൊസീജിയറിലോട്ട് വരുമ്പോൾ നമ്മുടെ ലൈനിങ്ങിന് ഞാൻ എന്തായാലും ക്രേപ്പിൻ്റെ ലൈനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോക്ക് കൊടുത്തോട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ്ങിന് നമ്മൾ ലോക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കാലപ്പ് നെക്കൊക്കെയാണ് വീല് വരുന്നത്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാവേ. ടാറ്റാ, ബൈ ബൈ.